ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന രീതിയിൽ ലേഡീസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അതിക്രമങ്ങൾ നടത്തി വന്ന യുവാവ് ഒടുവിൽ പോലീസ് പിടിയിലായിരിക്കുകയാണ്. അറക്കുളം സ്വദേശിയായ അഖിൽ പി രഘു എന്ന യുവാവാണ് തൊടുപുഴ പോലീസിന്റെ വലയിലായത്. നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ഹോസ്റ്റലുകളിൽ അതിക്രമിച്ചു കയറി അന്തേവാസികളായ വനിതകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ നഗരമധ്യത്തിലെ ഒരു പ്രമുഖ ലേഡീസ് ഹോസ്റ്റലിൽ ഇയാൾ അതിക്രമിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചത്. ഹോസ്റ്റലിന്റെ മതിൽ ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുന്ന അഖിലിന്റെ ദൃശ്യങ്ങൾ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതി ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പ്രതിയായ അഖിൽ പി രഘു മുൻപും സമാനമായ രീതിയിൽ പല ഹോസ്റ്റലുകളിലും അതിക്രമിച്ച് കയറിയതായി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തൊടുപുഴയിലെ ഹോസ്റ്റലിന് പുറമെ മുട്ടം, പൂമാല എന്നീ പ്രദേശങ്ങളിലെ ലേഡീസ് ഹോസ്റ്റലുകളിലും ഇയാൾ സമാനമായ രീതിയിൽ അതിക്രമങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഹോസ്റ്റലുകളിൽ ലക്ഷ്യമിട്ടാണ് ഇയാൾ എത്തിയിരുന്നത്. മതിലുകൾ ചാടിക്കടന്നും ജനലുകളിലൂടെയും വാതിലുകളിലൂടെയും അകത്ത് പ്രവേശിക്കുന്ന ഇയാൾ അന്തേവാസികളായ യുവതികളെയും വിദ്യാർത്ഥിനികളെയും ഭയപ്പെടുത്തുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മാസങ്ങളായി ഇത്തരത്തിൽ പലയിടങ്ങളിലും ഇയാൾ ശല്യം തുടർന്നു വരികയായിരുന്നുവെങ്കിലും പലപ്പോഴും പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു പതിവ്. എന്നാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ നീക്കങ്ങൾക്കൊടുവിൽ പ്രതി കുടുങ്ങുകയായിരുന്നു. നഗരത്തിലെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വനിതകൾക്കിടയിൽ ഇയാൾ വലിയ രീതിയിലുള്ള ഭീതിയാണ് വിതച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഹോസ്റ്റലിന് പരിസരിച്ച് അജ്ഞാതരായ വ്യക്തികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോസ്റ്റൽ അധികൃതരും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ജോലി ആവശ്യത്തിനായും പഠനത്തിനായും താമസിക്കുന്ന നൂറുകണക്കിന് യുവതികൾക്ക് തൊടുപുഴയിലെ ഈ അറസ്റ്റ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷമാണോ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അതിക്രമിച്ച് കടന്നതിനും ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.